ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ യാത്ര വൈൽഡ് വാദി വാട്ടർ പാർക്ക് ദുബായാണ് കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ വീഗാലാൻഡും ഡ്രീം വേൾഡൊക്കെ ഉള്ള പോലെ തന്നെ ദുബായിലുള്ളൊരു വാട്ടർ പാർക്ക്. ദുബായിൽ അല്ലെങ്കിൽ UAE അബുദാബിയിലൊക്കെ നല്ല വലിയ വാട്ടർ പാർക്കൊക്കെ ഉണ്ട് കേട്ടോ. ഇത് ദുബായിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വാട്ടർ പാർക്കാണ്. അപ്പോൾ ഞങ്ങൾ മുന്നേ വാട്ടർ പാർക്കിൽ പോയിട്ടുള്ളപ്പോഴൊക്കെ മോൻ വളരെ ചെറുതായിരുന്നു. അപ്പോൾ ഇന്ന് 4 പേരും ഒരേപോലെ എൻജോയ് ചെയ്യാനുള്ള മനസ്സുമായിട്ടാണ് ഇങ്ങടേക്ക് പോകുന്നത്. നമ്മളുടെ വീഗാലാൻഡിലൊക്കെ നമുക്ക് 60 റൈഡ്സ് ഉണ്ട് കേട്ടോ. ഏകദേശം വാട്ടറിലുള്ളതും അതല്ലാത്തതുമായിട്ടുള്ളതുണ്ട്. ഇവിടെ വൈൽഡ് വാദിൽ നമുക്ക് 30 വാട്ടർ റൈഡ്സ് ആണുള്ളത്, 30ഓളം വാട്ടർ റൈഡ്സ് ആണുള്ളത്. അപ്പോൾ അത് സ്ഥിതി ചെയ്യുന്നത് ബുർജ് അൽ അറബിൻ്റെ തൊട്ടടുത്താണ്. ഈ കാണുന്ന ഈ ഒരു ബിൽഡിംഗ് ആണ് ബുർജ് അൽ അറബ് എന്ന് പറയുന്നത്. ബുർജ് ഖലീഫ പോലെ തന്നെ ദുബായിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബിൽഡിംഗ് സ്ട്രക്ചർ തന്നെയാണിത്. എനിക്കെപ്പോഴും ബുർജ് ഖലീഫ ഒരു രാജാവായിട്ടും ബുർജ് അൽ അറബ് ഒരു രാജ്ഞിയായിട്ടാണ് എനിക്ക് തോന്നാറുള്ളത്. അപ്പോൾ നമ്മളങ്ങനെ വൈൽഡ് വാദിയിലെത്തി. അപ്പോൾ ഇവിടേക്ക് കടക്കാനായിട്ടുള്ള കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, ഇവിടുത്തെ ടിക്കറ്റ് എപ്പോഴും നമുക്ക് ഓൺലൈനിൽ ബുക്ക് ചെയ്ത് വരുന്നതായിരിക്കും നല്ലത്. മൺഡേ ദിവസങ്ങളിൽ നമ്മളിവിടെ വരുവാണെങ്കിൽ നമുക്ക് ഒരാൾക്ക് 109 ദിറംസാണ് എല്ലാവർക്കും, അഡൽറ്റിനും ചിൽഡ്രനും ഒക്കെ ഉള്ളത്. അതല്ലാത്ത ദിവസങ്ങളിൽ പല റേറ്റുകളായിട്ടാണ് കേട്ടോ അവിടെ കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ടാണ് വന്നത്. പിന്നെ നമ്മൾ ഇങ്ങടേക്ക് വരുമ്പോൾ എപ്പോഴും നമ്മളൊരു വാട്ടർ പാർക്കിൽ വരുമ്പോൾ നൈലോൺ ഡ്രസ്സുകൾ ധരിക്കാനായിട്ട് കൊണ്ടുവരിക. കാരണം നമ്മൾ വെള്ളം നനഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് വെള്ളം വാർന്നു പോകാനും ഇടാനും സുഖം അതാണ്. അതുപോലെ തന്നെ എല്ലാ ഓർണമെൻറ്റ്സുകളും ഒഴിവാക്കിക്കൊണ്ട് വേണം ഇങ്ങടേക്ക് വരാനായിട്ട്. അപ്പോൾ നമുക്കും സുരക്ഷിതമായിട്ട് വെള്ളത്തിൽ എങ്ങനെ വേണമെങ്കിൽ ആർമാദിച്ച് കളിക്കാം. അപ്പോൾ ഓർണമെൻറ്റ്സ് എല്ലാം ഒഴിവാക്കി കൊണ്ടുവരിക. പിന്നെ ചെരുപ്പ് നമ്മൾ സാധാരണ ചെരുപ്പുകൾ ഇട്ടിട്ടാണ് നമ്മൾ വരുന്നതെങ്കിൽ ഓരോ റൈഡിന് പോകുമ്പോൾ നമ്മൾ ചെരുപ്പ് അഴിച്ച് വെച്ച്, പിന്നെ നമ്മൾ റൈഡ് കഴിഞ്ഞ് വീഴുന്നത് എവിടെയാണെന്ന് അറിയില്ല, പിന്നെ നമ്മൾ ചെരുപ്പ് അന്വേഷിച്ച് നടക്കേണ്ടി വരും. അപ്പോൾ പൂളിലിടാൻ പറ്റുന്ന ഷൂസ് നമുക്ക് മേടിക്കാൻ കിട്ടും. അങ്ങനെയുള്ള ചെരുപ്പുകളാണെങ്കിൽ ഗുഡായിരിക്കും. അതല്ലാത്ത പക്ഷം ചെരുപ്പിടാതെ പോകുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടാണ് നമ്മൾ വന്നത്. നമുക്ക് കയ്യിലിടാനുള്ളൊരു ബാഡ്ജൊക്കെ തന്നു. കയ്യിലിടുമ്പോൾ അത് വളരെ ലൂസാണെന്ന് തോന്നുകയാണെങ്കിൽ കാലിലും നമുക്ക് പാദസരം പോലെ ആംഗ്ലറ്റ് പോലെ ഇടാം കേട്ടോ. അതുകൊണ്ടൊന്നും ഒരു കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ കയ്യിലും ബാഡ്ജൊക്കെ കിട്ടി. നമ്മളിനി ഡ്രസ്സ് മാറാനായിട്ട് റൂമിലോട്ട് പോവാണ്. അപ്പോൾ നമുക്ക് അവിടുന്ന് ലോക്കറുകൾ എടുക്കണം. ലോക്കർ എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ ലോക്കർ, മീഡിയം ലോക്കർ, സ്മോൾ ലോക്കർ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ മാക്സിമം നമ്മുടെ കാര്യങ്ങളൊക്കെ വളരെ ഒതുക്കി കൊണ്ടുവന്നാൽ നമുക്കൊരു മീഡിയം സൈസുള്ള ലോക്കർ എടുത്താൽ മതി. ലോക്കറിന് നമുക്ക് എക്സ്ട്രാ പൈസ അവിടെ ചാർജ് ചെയ്യണം. ലോക്കറിൻ്റെ വലുപ്പത്തിനനുസരിച്ചാണ് ലോക്കറിൻ്റെ ചാർജ്. ഇനി നമ്മൾ എന്തെങ്കിലും ഡ്രസ്സ് കൊണ്ടുവരാൻ നമുക്ക് പുറത്തുനിന്ന് മേടിക്കാൻ പറ്റിയിട്ടില്ല, ഇനി എന്തെങ്കിലും മേടിക്കണമെന്നുണ്ടെങ്കിൽ അതെല്ലാം മേടിക്കാനുള്ള സ്റ്റോറും അതിനകത്ത് തന്നെ ഉണ്ട് കേട്ടോ. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്നതിൻ്റെ ഇരട്ടി പൈസയായിരിക്കും ഇവിടെ നിന്ന് മാത്രം. പിന്നെ മെയിനായിട്ട് ഉപയോഗിക്കേണ്ട കാര്യമാണ് സൺസ്ക്രീൻ. നമ്മളൊക്കെ കയറുമ്പോൾ മാത്രം സൺസ്ക്രീൻ ഇടും. പിന്നെ നമ്മൾ ഒരു റൈഡിൽ വെള്ളത്തിൽ ഇറങ്ങുമ്പോൾ തന്നെ ആ സൺസ്ക്രീനൊക്കെ പോയിട്ടുണ്ടാവും. പക്ഷേ സൺസ്ക്രീൻ മസ്റ്റായിട്ടും പറ്റുമെങ്കിൽ ഇടയ്ക്കൊക്കെ ഒന്ന് ചേഞ്ചിങ് റൂമിൽ വന്ന് സൺസ്ക്രീൻ പറ്റിയാൽ നല്ലതായിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ ഡ്രസ്സൊക്കെ മാറി നമ്മളുടെ റൈഡ്സുകളൊക്കെ ആരംഭിക്കാൻ പോവുകയാണ്. അപ്പോൾ മുന്നേ ഞങ്ങൾ ഫാമിലിയായിട്ട് ഞങ്ങൾ 4 പേരും കൂടെ പോയിട്ടുള്ളത് ഡ്രീം വേൾഡിലാണ് കേട്ടോ. അന്ന് മോൻ ചെറിയ മോനായിരുന്നു. അപ്പോൾ അന്ന് അവൻ പപ്പയുടെയും മമ്മിയുടെ ഒക്കെ എടുത്തിരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്നാണ് 4 പേരും കൂടിയിട്ട് ആർമാദിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളൊരു മീഡിയം സൈസിൽ ലോക്കർ എടുത്തു. അപ്പോൾ അതിൽ നമ്മുടെ ഡ്രസ്സുകളും ചെരുപ്പും എല്ലാം ആക്കി നമുക്ക് ആ ലോക്കർ ഓക്കെ ആയിരുന്നു. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ആ ഒരു ബാഡ്ജിലാണ് എല്ലാ സ്കാനിങ്ങും നടക്കുന്നത്. നമുക്ക് ലോക്കർ ഓപ്പൺ ആക്കാനും ക്ലോസ് ചെയ്യാനും എല്ലാം അതിൽ തന്നെയാണ് കേട്ടോ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഡ്രസ്സൊക്കെ മാറി നമ്മൾ വാട്ടർ റൈഡ്സിലോട്ട് ഇറങ്ങാണ്. വാട്ടർ റൈഡ്സിലോട്ട് ഇറങ്ങുന്നതിൻ്റെ കൂടുതൽ കാര്യങ്ങളൊന്നും ഞാൻ കാണിച്ചിട്ടില്ല. കാരണം എന്തായാലും നമ്മൾ അത്ര എൻജോയ് ചെയ്ത് ആർമോദിക്കാനായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഫോണൊക്കെ എല്ലാം നമ്മൾ ലോക്കറിൽ വെച്ചിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് നമ്മളൊന്ന് ഇറങ്ങുന്ന സമയത്ത് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടുള്ള കുറച്ച് ഒരു വീഡിയോ മാത്രമേ എടുത്തിട്ടുള്ളൂ. ഈ ഒരു റൈഡിൽ ചേച്ചിയും മോനും പോയി, അപ്പയും പോയി, ഞാൻ കയറിയില്ല ഈ ഒരു സംഭവത്തിൽ. ബാക്കിയുള്ള എല്ലാ റൈഡ്സിലും ഞങ്ങളെല്ലാവരും കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ റൈഡുകളിൽ പോകുന്ന ഭാഗങ്ങളൊന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല, ഫോൺ ലോക്കറിലായിരുന്നു. ഇനി അതെല്ലാം കഴിഞ്ഞ് റൈഡ്സ് എല്ലാം കഴിഞ്ഞ് വന്നിട്ട് ലാസ്റ്റത്തെ ഭാഗങ്ങളിൽ നമുക്ക് കാണാം കേട്ടോ. എന്തായാലും വളരെ രസമായിരുന്നു. കാരണം വാട്ടർ പാർക്കിലൊക്കെ പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരേ പ്രായക്കാരെ പോലെയാവും, മക്കളെ പോലെയാവും നമ്മളുടെ അനുഭവങ്ങൾ, നമ്മൾ പേടിച്ച കാര്യങ്ങൾ, ഇതൊക്കെ നമ്മൾ പങ്കുവയ്ക്കുമ്പോൾ അവരും നമ്മളും ഒരേപോലെ ആകുന്നൊരു വൈബാണ്. എന്തായാലും ദുബായിൽ വന്നിട്ട് ഇപ്പോൾ ഇത്രയും ദിവസം കറങ്ങാനൊക്കെ പോയിട്ട് മക്കൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു വാട്ടർ പാർക്കാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ റൈഡ്സ് എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ നമ്മളിങ്ങനെ ഓരോ റൈഡിൽ പോകുമ്പോഴും അവർ ഫോട്ടോസ് എടുക്കും. നമ്മുടെ കയ്യിലുള്ള ഈ ബാഡ്ജിൽ അവർ സ്കാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കെല്ലാം കഴിഞ്ഞ് പുറത്ത് വരുമ്പോൾ ഈ ഫോട്ടോ ബൂത്തിൽ വന്ന് നമ്മുടെ കയ്യിലുള്ള ആ ബാഡ്ജ് സ്കാൻ ചെയ്താൽ ആ ഒരു വാട്ടർ റൈഡിൽ അവരെടുത്ത എല്ലാ പിക്ചേഴ്സും നമുക്ക് അവിടെ കാണാൻ പറ്റും. അപ്പോൾ നമുക്കത് വേണമെങ്കിൽ 150 ദിറംസാണ് അതിൻ്റെ നമുക്ക് പേ ചെയ്യേണ്ടത്.
അപ്പോൾ നമുക്ക് അവരതിൻ്റെ ഫോട്ടോസ് എല്ലാം സോഫ്റ്റ് കോപ്പി ആയിട്ട് അയച്ചു തരും. അതിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫോട്ടോ സെലക്ട് ചെയ്ത് കൊടുത്താൽ നമുക്കതിൽ നിന്ന് അവരൊരു സൊവിനിയറും ഉണ്ടാക്കി തരും. അപ്പോൾ അതിന് വേണ്ടി അപ്പയും മക്കളും കൂടി അവിടെ നിന്ന് ഫോട്ടോസൊക്കെ സെലക്ട് ചെയ്യാൻ കേട്ടോ. ഞാനപ്പോൾ അത്രയും റൈഡൊക്കെ കഴിഞ്ഞ് വന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വന്നതിൻ്റെ ക്ഷീണത്തിൽ ഞാനൊരു സ്ഥലത്തിരുന്നു. അപ്പയും മക്കളും കൂടെ ഫോട്ടോസൊക്കെ സെലക്ട് ചെയ്യാനും ഏത് ഫോട്ടോ സൊവിനിയർ ആക്കണം എന്നൊക്കെ അവർ സെലക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു അടിപൊളിയായിരുന്നു. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയ സൊവിനിയർ കേട്ടോ. അപ്പോൾ ഫോട്ടോ ഒക്കെ സെലക്ട് ചെയ്ത് നമുക്ക് സൊവിനിയറും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നല്ലൊരു ഓർമ്മയായിട്ട് വീട്ടിൽ വെക്കാമല്ലോ. എന്തായാലും വാദി എന്ന് പറഞ്ഞാൽ വെള്ളം, ഓളം എന്നൊക്കെയാണ് അർത്ഥം വരുന്നത്. അപ്പോൾ വൈൽഡ് വാദിയിൽ എല്ലാം വാട്ടർ റൈഡ്സ് ആണ്. 30 റൈഡ്സ് ഉണ്ട്. പക്ഷെ ഞങ്ങളിങ്ങനെ എണ്ണി വന്നപ്പോൾ ഞങ്ങൾക്കൊരു 10-17 റൈഡ്സിൽ കയറിയ പോലെ തോന്നിയുള്ളൂ. കാരണം അതെല്ലാം കണക്റ്റഡ് ആയിട്ടാണ് ഓരോ റൈഡുകളും കടന്നു പോകുന്നത്. അപ്പോൾ അങ്ങനെയായിരിക്കാം ചിലപ്പോൾ അത്. അങ്ങനെ ക്ഷീണിച്ച അവശതയായിട്ടുണ്ട്, വിശന്ന് കണ്ണ് കാണാൻ പറ്റാതായിട്ടുണ്ട്. പിന്നെ വെയിലത്ത് കറങ്ങി നടന്നിട്ട് ഞങ്ങൾ ആകെ ഇരുണ്ട് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളൊന്നൊക്കെ സൺസ്ക്രീൻ ജസ്റ്റ് ഒന്ന് പറ്റുള്ളൂ. പിന്നെ നമ്മൾ ആ സൺസ്ക്രീനെ കുറിച്ചൊക്കെ മറന്നു പോകും. അവിടെ ഇംഗ്ലീഷുകാരൊക്കെ ഇങ്ങനെ ഓരോ റൈഡ് കഴിഞ്ഞ് വരുമ്പോൾ സൺസ്ക്രീൻ ഇങ്ങനെ പിഴിഞ്ഞ് പറ്റാണ് മേത്ത്. എന്തായാലും ഒരു വൈൽഡ് വാദി കഴിഞ്ഞ് വന്നതിൻ്റെ ഒരു ഇരുണ്ട യുഗത്തിലോട്ട് പോയ പോലെ ഞങ്ങളെല്ലാവരും അത്രമാത്രം ടാൻ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് അടിച്ച് പൊളിച്ചതേ ഞങ്ങളവിടെ നിന്ന് പോരുകയാണ്. അപ്പോൾ ഇന്നത്തെ യാത്ര ഇങ്ങനെയായിരുന്നു കേട്ടോ. എന്തായാലും വെള്ളത്തിൽ അപ്പയും അമ്മയും മക്കളും എല്ലാവരും കൂടെ ഞങ്ങൾ തിമിർത്ത് ആഘോഷിച്ചു എന്ന് തന്നെ പറയാം. അപ്പോൾ വാട്ടർ റൈഡ്സിൻ്റെ ഇടയിലുള്ള കുറച്ച് പിക്ചേഴ്സ് ഇതൊക്കെയായിരുന്നു കേട്ടോ. അപ്പോൾ അടുത്തൊരു കാഴ്ചയായിട്ട് നമുക്ക് ഇനിയും അടുത്ത കാഴ്ചകളിലോട്ട് പോവാം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് കാണാം. സീ യു സൂൺ. ബൈ ബൈ.